നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സിയുടെ ഗോളുകൾ മൂല്യമേറിയതാവുന്നത് എന്തുകൊണ്ട്? എർഗൻ ക്ലോപ്പാണ് നിരീക്ഷിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഓസ്ട്രിയ വേഴ്സസ് അർജൻറ്റീന മത്സരം കവർ ചെയ്യുന്നതിനായിട്ട് ഗ്രൗണ്ടിലുണ്ടായിരുന്നല്ലോ. കളി കഴിഞ്ഞിട്ട് അവർ ഹഗ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു. തോമസ് മുള്ളറും ഉണ്ടായിരുന്നു. അപ്പോൾ കളി ഏറ്റവും നന്നായിട്ട് വിലയിരുത്താൻ പറ്റുന്ന എർഗൻ ക്ലോപ്പ വരുന്ന മെസ്സിയുടെ ഗോളുകളുടെ പ്രത്യേകത, അതിനെ മൂല്യമേറിയതാക്കുന്നത് എന്ത്? അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് മെസ്സി ഗോളടിക്കുന്നു, ഒരു പ്രഷറുമില്ലാതെ മെസ്സി കളിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു വേൾഡ് കപ്പിൽ. അപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്പർ ജസ്റ്റ് അങ്ങ് പാസ് ചെയ്തു എന്ന രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ മറികടന്നത് എന്താ? വർഷങ്ങളായിട്ടുള്ള വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്ന ഒരു റെക്കോർഡാണ്. ഒരുപാട് ജനറേഷൻസിൻ്റെ റെക്കോർഡാണ് മറികടക്കുന്നത്. പക്ഷേ ലിയോ മെസ്സി അത് ഈസിലി ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ അൺടച്ചബിൾ എന്ന് കരുതിയിരുന്ന സംഭവമാണ് അദ്ദേഹം മറികടക്കുന്നത്. അതാണ് മെസ്സിയുടെ പ്രത്യേകത. അദ്ദേഹം അത് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എഫേർട്ട്ലെസ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ്. ഞാൻ ഓസ്ട്രിയക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും റെക്കോർഡിനെ ചേസ് ചെയ്യുന്നില്ല. എല്ലായ്പ്പോഴും അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നത് ഹയസ്റ്റ് ലെവലിൽ അങ്ങ് കളിച്ചു പോവുകയാണ്. എല്ലാ സമയത്തും അദ്ദേഹം റൈറ്റ് ഡിസിഷൻസ് എടുക്കുന്നു. സിംപ്ലി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തങ്ങ് പോവുകയാണ്. ഇന്നവിറ്റബിളായിട്ട് സംഭവിക്കുകയാണ്. ഏറ്റവും ഭയപ്പെടുന്ന ടെറിഫയിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഓപ്പണൻസിന്? അതായത് ലയണൽ മെസ്സി ഒന്നിനും ഒരു ഫോഴ്സ് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. ഗോൾ അടിക്കണമെന്ന് മെസ്സി ഡെസ്പറേറ്റ് അല്ല. അദ്ദേഹം ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു, സിറ്റുവേഷനെ റീഡ് ചെയ്യുന്നു. ദെൻ ആ ഒരു മൊമെൻ്റ് വരുമ്പോൾ ഓൾറെഡി അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇതാണ് മെസ്സിയുടെ ഗോളുകളെ മൂല്യമേറിയതാക്കി മാറ്റുന്നതും. ഞാൻ കളിക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ല, ഒട്ടും ഷെയ്ക്ക് ചെയ്യുന്നില്ല. ഒരു ഇമോഷൻസും എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക് വേൾഡ് കപ്പ് റെക്കോർഡ് മറികടന്ന ഒരാൾക്കുണ്ടാവുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നില്ല. അദ്ദേഹം അത് ഇറ്റ്സ് നോർമൽ എന്ന രൂപത്തിലാണ് കാണുന്നത്. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഏറ്റവും അബ്നോർമലായിട്ടുള്ള കാര്യവും എന്നുകൂടി എർഗൻ ക്ലോപ്പ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആളുകൾ വർഷങ്ങളായിട്ട് ക്ലോസയുടെ റെക്കോർഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷേ മെസ്സി ആ റെക്കോർഡ് എടുക്കുന്നു. അപ്പം അത് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അടുത്ത സ്റ്റെപ്പായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഈ ഒരു ലെവലിൽ ഗോളുകൾ വേൾഡ് കപ്പിൽ നേടുക പലപ്പോഴും നമ്മൾ ഫുട്ബോളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമായിട്ട് കണക്കാക്കിയിരുന്നതാണ് വേൾഡ് കപ്പിലെ മികച്ച പെർഫോമൻസ്. പക്ഷേ മെസ്സി ആ ഒരു ഹാർഡസ്റ്റ് തിങ്ങിനെ വളരെ പ്രഷറില്ലാതെ റൂട്ടീനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന രൂപത്തിലാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഞാൻ ഒരുപാട് ഗ്രേറ്റ് പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഗ്രേറ്റ് ഫോർവേഡ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ചരിത്രത്തിൽ ഇത്രയും നാച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംതിങ് സ്പെഷ്യലാണ്. ആളുകൾ സംസാരിക്കുമ്പോൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്തതിനെക്കുറിച്ച് മാത്രമാണ് അധികം സംസാരിക്കുന്നത്. പക്ഷെ അവർ പറയേണ്ട കാര്യം ആ ഒരു മൊമെൻറ്റ് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ കാര്യങ്ങളാകെ മാറ്റി എഴുതപ്പെട്ടൊരു മൊമെൻ്റാണ് എന്നുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.